ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫലഖ് ആയത്ത് നമ്പർ 2. മിൻ ശർരി മാ ഖലഖ്. സുബ്ഹാനല്ലാഹുൽ അസീം. അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്. ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥവും. ഈ ആയത്തിലെ ഓരോ പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. പുതുതായി വന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവർത്തിച്ചു വന്ന പദങ്ങൾ നേരത്തെ ആയത്തുകളിലൂടെ പഠിച്ച അർത്ഥം ഒന്നുകൂടി ഓർമ്മിക്കാൻ സഹായകമാകും. മീ ഷെറി, മിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൽ നിന്ന്, ഷർറ് ഉപദ്രവം. ഷർ എന്നതിന്റെ വിപരീത പദം ഖൈർ. ഷർറ് ഖൈർ, ഖൈറിന്റെ ദിദ്ദാണ് ഷർറ്. മാ ഖലഖ, മാ എന്ന ഇവിടെ അർത്ഥം ഏതോ ഒന്ന് എന്ന അർത്ഥം. മാ എന്നത് ഒന്ന് എന്ന എണ്ണത്തിൽ പറയുന്ന ഒന്നല്ല, ഏതോ ഒന്ന്. നേരത്തെ അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസിലെ അല്ലദി പറഞ്ഞതുപോലെ അല്ലദിയുടെ അതേ അർത്ഥമാണ് ഇവിടെ മാക്ക്. ഏതോ ഒന്ന്. വേറെയും അർത്ഥങ്ങളുണ്ട്. അത് സാന്ദർഭികമായിട്ടേ മാക്കുള്ള മറ്റ് അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം. ഇവിടെ അർത്ഥം ഏതോ ഒന്ന്. ഖലഖ യഖ്ലുഖു. ഖലഖ സൃഷ്ടിച്ചു, അതിന്റെ മുദാരിയാണ് യഖ്ലുഖു. ഖലഖ എന്നത് മാലിയാക്കയോല്, യഖ്ലുഖു അതിന്റെ മുദാരി. സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. സൃഷ്ടാവിന് ഖാലിഖ് എന്നാണ് അറബിയിൽ പറയാ. ഖാലിഖ്. സൃഷ്ടിക്ക് ഖൽഖ് അല്ലെ മഖ്ലൂഖ്. അപ്പൊ ഖലഖ യഖ്ലുഖു, സൃഷ്ടിച്ചു എന്നാണ് അതിന് അർത്ഥം പറയുന്നത്. അപ്പൊ മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്. അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട് വീണ്ടും കാവല തേടുകയായിരുന്നു. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ പുലരിയുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് എന്തിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം, മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വല്ലത് സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല എന്നതാണ് അർത്ഥം. അള്ളാഹു ഉപകാരമില്ലാത്തതൊന്നും, ഖൈറില്ലാത്തതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. സൂറത്തുൽ ബഖറയിൽ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഭൂമിയിലുള്ള എല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ മനുഷ്യന് വേണ്ടിയായി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോ എല്ലാ വസ്തുക്കളിലും ഉപകാരമുണ്ട്, ഫായിദയുണ്ട്, ഖൈറുണ്ട്, പ്രയോജനമുണ്ട് എന്നർത്ഥം. അപ്പോൾ എല്ലാറ്റിലും ഖൈർ ഉണ്ട് എന്നതുപോലെ തന്നെ അതേ വസ്തുക്കളിൽ, ആ സൃഷ്ടികളിൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഉപദ്രവവും പ്രതികൂലമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും. അതായത് അവയിൽ ഖൈറുള്ളത് പോലെ തന്നെ ഷർറും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് എപ്പോഴും ഉപകാരം മാത്രം കിട്ടുക എന്നൊരു അവസ്ഥയില്ല എന്നതുപോലെ തന്നെ ഒരു വസ്തുവിൽ നിന്ന് എപ്പോഴും ഉപദ്രവവും മാത്രം ഉണ്ടാവുക എന്ന സാഹചര്യവുമില്ല. എല്ലാറ്റിലും ഖൈറുമുണ്ട്, അതുപോലെ തന്നെ ഷർറുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആഹ്വാനം ചെയ്ത് നമ്മോട് ആവശ്യപ്പെടുന്നത് ഖൈറിന് വേണ്ടി തേടുകയും ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുകയും ചെയ്യുക, ഓരോ വസ്തുക്കളുടെയും. ഇനി നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കും? ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാറ്റിലും തന്നെ ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി വെള്ളം എന്ന് പറയുന്ന മഹാനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വെള്ളം. വെള്ളം എന്ന് പറയുന്ന ഈ അനുഗ്രഹത്തിൽ നമുക്ക് ഖൈറും ഷർറും ദർശിക്കാൻ കഴിയും. വലിയ അനുഗ്രഹമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ വെള്ളത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട്. ഇതേ വെള്ളം തന്നെ പ്രളയമായി, വെള്ളപ്പൊക്കമായി
ശക്തമായ വലിയ പേമാരിയായി വർഷിക്കുമ്പോൾ മനുഷ്യന് ഉപദ്രവകരമായ, മനുഷ്യന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വായു, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, കാറ്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, അല്ലാഹുവേ, ഈ കാറ്റിന്റെ നന്മ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നന്മ, പ്രയോജനങ്ങൾ, അത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഈ കാറ്റിന്റെ തിന്മയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അതുപോലെ ഈ കാറ്റിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഈ കാറ്റിലൂടെ ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, ദ്രോഹങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. നമ്മളോട് ആവശ്യപ്പെട്ടതാണ് പ്രാർത്ഥിക്കാൻ. അപ്പോ അനുകൂല ഖൈർ ഉള്ളതുപോലെ തന്നെ അതിലെ ഷർറും നാം ഖൈറിന് വേണ്ടി തേടുന്നതോടൊപ്പം ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്നു, കാവലിനെ തേടുന്നു. ഇനി നമ്മൾ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കാം. മനുഷ്യൻ എന്ന നിലക്ക് നമ്മിൽ ഖൈറും ഷർറും ഉണ്ട്. ഖൈറിനെ നാം അല്ലാഹുവിനോട് ആവശ്യപ്പെടണം. പടച്ച തമ്പുരാനെ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. അല്ലാഹുവേ, ഈ ഇണയിൽ നിന്ന് ഞാൻ നിന്നോട്, ആ ഇണയിൽ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള, പ്രകൃതിയാൽ നീ അവനിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നന്മകൾ ഞാൻ തേടുകയാണ്, ഖൈറിനെ ഞാൻ തേടുന്നു. അതുപോലെ തന്നെ ഈ ഇണയിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. നമ്മുടെ സമ്പത്തായിരുന്നാലും നമ്മുടെ സന്താനങ്ങളായിരുന്നാലും ഇങ്ങനെ ഓരോന്ന് പ്രത്യേകം എടുത്ത് പരിശോധിച്ച് നോക്കി, ഈ അനുഗ്രഹങ്ങളിലൊക്കെ തന്നെ ഖൈറുള്ളത് പോലെ തന്നെ ഷർറും നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഖൈറിനെ ഞാൻ തേടുന്നു, ഷർറിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞത്. അനുഗ്രഹങ്ങൾ സഹോദരന്മാരെ നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അഷ്കുറു അം അക്ഫുർ, നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ അതോ നന്ദികേടാണോ പ്രകടിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അതുപോലെ പക്ഷിയെ കീഴ്പ്പെടുത്തി കൊടുത്തു, അല്ലെ? ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്ക് സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്തിൽ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെനിക്ക് എന്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. ലി യബ്ലുവനി, എന്തിനാ? എന്നെ പരീക്ഷിക്കുവാൻ. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദിയുള്ളവനായി തീരുന്നുണ്ടോ അതോ നന്ദി കെട്ടവനായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രപഞ്ചത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സകല വസ്തുക്കളുടെയും നന്മ നാം അല്ലാഹുവിനോട് തേടുന്നതോടൊപ്പം, നാം പ്രയോജനം നാം തേടുന്നതോടൊപ്പം അവയുടെ ഷർറിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടണമെന്നാണ് മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫലഖ്, ആയത്ത് നമ്പർ 2. മിൻ ശർരി മാ ഖലഖ്. സുബ്ഹാനല്ലാഹുൽ അസീം. അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്.